KM ഷാജി അവന്റെ നാട്ടിൽ പോയി നിൽക്കട്ടെ. KM ഷാജി ഇവിടെ വേണ്ട. എന്താ നേതാവിന്? എവിടെയാ നേതാവ്? അവന്റെ നാട്ടിലെ നേതാവാണ്, ഇവിടുത്തെ അല്ല. പുള്ളിയെ വ്യക്തിപരമായിട്ട് നോക്കുവാണെങ്കിൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതാണ് സംഭവം. കാസർഗോഡ് നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് മത്സരിക്കാനും ചില ആൾക്കാർക്കൊക്കെ ആഗ്രഹം ആശയമുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ല, ജനങ്ങൾ ആരെയായാലും സ്വീകരിക്കും. കാസർഗോഡ് മണ്ഡലത്തിലാണ് ഇപ്പോഴുള്ളത്. UDF സ്ഥാനാർത്ഥിയായി KM ഷാജി മത്സരിച്ചേക്കുമോ എന്ന വാർത്തകൾ സജീവമാവുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ മണ്ഡലത്തിൽ നിൽക്കുന്നത്. കാസർഗോട്ടെ വോട്ടർമാർക്ക് ഈ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്, അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. KM ഷാജി അവന്റെ നാട്ടിൽ പോയി നിൽക്കട്ടെ. KM ഷാജി ഇവിടെ വേണ്ട. അവന്റെ നാട്ടിൽ പോയി നിന്നാ മതി. എന്താ നേതാവിന്? എവിടെയാ നേതാവ്? അവന്റെ നാട്ടിലെ നേതാവാണ്, ഇവിടുത്തെ അല്ല. വന്നു കഴിഞ്ഞെങ്കിൽ ചിലപ്പം മിക്കപ്പോഴും BJPക്കാണ് ചാൻസ് കൂടുതൽ. എന്താ ഷാജി ശക്തനായ നേതാവല്ലേ? ശക്തമായി കൊണ്ടുവരില്ല. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ, ഇത്ര നാൾ ഇടതുപക്ഷ വോട്ടുകൾ മുസ്ലിം ലീഗിന് കെട്ടിക്കൊണ്ടിരുന്നതാണ്. അതിപ്പോൾ ഇനി പരമാവധി വോട്ട് പിടിക്കുവാണെങ്കിൽ ഷാജി പരാജയപ്പെടും. എന്തുകൊണ്ടാണ്? ജില്ലയ്ക്ക് പുറത്തുള്ള നേതാവായതുകൊണ്ടാണോ അതോ ഷാജിയുടെ നിലപാടുകളാണോ കാരണം? ഒരിക്കലല്ല. പുള്ളിയെ വ്യക്തിപരമായിട്ട് നോക്കുവാണെങ്കിൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതാണ് സംഭവം. KM ഷാജി വന്നാൽ ഇവിടെ ജയിക്കും. KM ഷാജി അല്ലാതെ വേറെ ആര് നിന്നാലും കാസർഗോഡ് ജയിക്കും. കാസർഗോഡ് നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് മത്സരിക്കാനും ചില ആൾക്കാർക്കൊക്കെ ആഗ്രഹം ആശയമുണ്ടല്ലോ. അതായത് എന്നെ നെല്ലിക്കുന്ന് ഇവിടെ 3 പ്രാവശ്യമായി MLA. ചിലമത്തെ എന്നെ നെല്ലിക്കുന്നും കൂടി വന്നുകൂടാന്നില്ല. വേറെ സ്ഥാനാർത്ഥികൾക്കും അതായത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ല, ജനങ്ങൾ ആരെയായാലും സ്വീകരിക്കും. പുറത്തുനിന്ന് ആള് ശരിയല്ല. അത്ര ഇവിടുത്തെ ആളിനെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആള് അതിന് പോലെ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ. അതിന് ഇവിടെ തന്നെ ആള് നിർത്തിയാൽ പോരെ. ഒരു 50% യോജിക്കുന്നവരുണ്ട്, വിയോജിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാത്തിനും സ്വാർത്ഥത, ഒരു കരുത്തുണ്ട്, ശക്തിയുണ്ട് എല്ലാത്തിനും ചോദ്യം ചെയ്യാനും. നമ്മളെ വെറുതെ 5 വർഷം നഷ്ടപ്പെടില്ല. KM ഷാജി പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട. നമുക്ക് നമ്മളെ നാട്ടിലെ കുറേ ആൾക്കാരുണ്ട്, അതിൽ നിന്ന് സ്ഥാനാർത്ഥി. ഷാജി വന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും, ഇവിടെ നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ആവേശം ഉണ്ടാവും പ്രവർത്തകർക്ക്, ആവശ്യം ഉണ്ടാവും. അത് പുറത്താൾ എന്നിവിടെ തന്നെ ആളുണ്ടല്ലോ ഇഷ്ടം പോലെ. അതുകൊണ്ട് പുറത്താൾക്ക് വലിയ താല്പര്യമില്ല നമുക്ക്. അത് ഇവിടുത്തെ ആൾ തന്നെ നല്ലതായിട്ട് തോന്നുന്ന. പിന്നെ അങ്ങനെ പാർട്ടി തീരുമാനിക്കുന്നതല്ല, എന്ത് ചെയ്തു എന്ന് പാർട്ടി തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്ക് തന്നെ നമുക്ക് സാധ്യത കാണുന്നത്. അത് കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഷാജി വരുമെന്ന്. പക്ഷെ വന്നിട്ടില്ല. ഇക്കുറി അങ്ങനെ ആയിരിക്കും. അത് ഷാജി വന്നാൽ സംസ്ഥാന കമ്മിറ്റി ഷാജിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ മൊത്തം ഷാജിക്കായിട്ട് പ്രവർത്തിക്കും. ഗുണം ചെയ്യും, ഉറപ്പായി. സംസ്ഥാന ഷാജിക്ക് ഭൂരിപക്ഷം കൂടും. കാരണം ഷാജിനോട് ഒരു മതിപ്പുണ്ട് ഇവിടെ. പിന്നെ ചില ആൾ എതിർപ്പുണ്ടാവും, അത് സ്വാഭാവികം. പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഷാജിനെ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഞാനൊക്കെ നന്നായി പ്രവർത്തിക്കും ഷാജിക്കും വേണ്ടിയിട്ട്. നല്ലൊരു നേതാവാണ് ഷാജി. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ഇല്ലാത്ത ഒരു കുറവ് ആണെങ്കിലായിരിക്കും ഷാജി വരുന്നത്. അല്ല, ഇവിടെ തന്നെ ആൾക്കാർ മതിയാവുന്നുള്ളതാണ് നമ്മളെ പൊതുവെയുള്ള അഭിപ്രായം. നമ്മളെ നാട്ടുകാരനെ ആയിക്കോട്ടെ. അതായത് ഷാജി വരേണ്ടതില്ല എന്ന് തന്നെ. വരേണ്ടതില്ല എന്ന് പറയാല. പക്ഷേ സന്ദർഭം അനുസരിച്ചിട്ട് ഇവിടെ അതിനുള്ള യോഗ്യതയുള്ള ആളില്ലെങ്കിൽ ഷാജിക്ക് കൊടുക്കാന്നുള്ള. അല്ലാതെ ഇവിടെ തന്നെ നാട്ടുകാരാണ് ബെറ്റർ. ഷാജിന് ചാൻസ് ഇല്ല. ഇവിടെ വന്നാൽ നോക്കാനുണ്ട്. UDF എന്നെ നെല്ലിക്കുന്നിന് തന്നെ മിക്കവാറും. നമ്മളെ ജില്ലയിലുള്ള സ്ഥാനാർത്ഥി തന്നെ മതി, പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണം. KM ഷാജി ശക്തനായ യുവ നേതാവല്ലേ? നേതാവാണ്, പക്ഷെ നമ്മളെ നാട്ടുകാരനല്ലല്ലോ. ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഇവിടെ വികസനം വേണമെങ്കിൽ നമ്മളെ നാട്ടുകാരനെ വേണം. KM ഷാജി ഇപ്പോൾ ജില്ലക്കകത്ത് KM ഷാജി വരണമെന്ന് നമുക്കിപ്പോൾ ആഗ്രഹമില്ല. ഇപ്പോൾ ജില്ലയിൽ തന്നെ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ KM ഷാജി വരുന്നത് കൊണ്ട് നമുക്കൊരു താല്പര്യമില്ല, വിഷയമില്ല. അതായത് KM ഷാജി വന്നു കഴിഞ്ഞാലും ഇനി UDF ആര് നിർത്തി കഴിഞ്ഞാലും, ഇപ്പം നിലവിലിപ്പോൾ എന്നെ നെല്ലിക്കുന്ന 3 ഘട്ടമായി. 3 ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് അയാൾക്കൊരു ടേം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി വരേണ്ടത് ആരായാലും, ഇനി KM ഷാജി ആയിക്കോട്ടെ, അതല്ല കോൺഗ്രസിൽ നിന്നും പിന്നെ ആര് വരുന്നതായിക്കോട്ടെ, ആരായാലും നമുക്കിവിടെ എന്ത് ചെയ്യണം, ഈ ദാരിദ്ര്യ ജില്ല എന്ന് പറയുന്നത് നമ്മളായി പിന്നോട്ടും വലിക്കുന്നൊരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഒഴിവാക്കണം.